നമസ്കാരം. നമ്മളോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 10 പരാതികളുണ്ട് എന്ന തെറ്റിദ്ധാരണയാണ് പല ആൾക്കാർക്കും ഉള്ളത്. ഇതിൽ 5 പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലവും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവാവിന്റെ ജീവിതവും കരിയറും തകർക്കരുത് എന്ന് പറഞ്ഞ് പോലീസിന് കൊടുത്ത പരാതികളും അതിൽ വിശദമായ അന്വേഷണം വേണം എന്ന റിക്വസ്റ്റുമാണുള്ളത്. അതിൽ ആദ്യ പരാതിക്കാരി അല്ലെങ്കിൽ ഏറ്റവും പ്രമുഖമായ പരാതി കൊടുത്തിരിക്കുന്ന വ്യക്തിയാണ് നമ്മളോടൊപ്പം. മാഡത്തിന്റെ പേര് തൽക്കാലം വെളിയിലേക്ക് വിടുന്നില്ല. സമൂഹത്തിൽ വളരെ പ്രമുഖ സ്ഥാനമുള്ള പ്രമുഖയായ ഒരു വ്യക്തിയാണ്. ഫേസ് നമ്മൾ ബ്ലർ ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ മാഡത്തിന്റെ പരാതിയാണ് പോലീസ് FIR-ൽ വൺ ഓഫ് ദി ഫസ്റ്റ് ഫീമെയിൽ പരാതികളായി അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലവും രാഹുലിന് എതിരെ ഉള്ള വ്യാജ പരാതികൾ അന്വേഷിക്കണമെന്നും കൂടിയുള്ളതാണ്. ആദ്യം തന്നെ മാം, കൺഗ്രാറ്റ്സ്. പലപ്പോഴും ഞങ്ങൾ പുരുഷന്മാർ ഇങ്ങനെ തളർന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ വഴികൾ അടഞ്ഞിരിക്കുമ്പോൾ സ്ത്രീകളാണ് പലപ്പോഴും ഗൈഡ് ചെയ്യുന്നത്. സ്ത്രീകളാണ് ഈ വ്യാജ പരാതികൾക്കെതിരെ ശക്തമായി വരുന്നത്. മാഡം അത് വരാനുണ്ടായ സാഹചര്യം, ഇന്ന് മാഡം പോലീസിനെ കാണുകയും വളരെ വിശദമായ മൊഴി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ സോക്കോൾഡ് മുഖ്യധാരാ മാധ്യമങ്ങൾ അത്തരം വാർത്തകൾ പലപ്പോഴും നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാറില്ല. കാര്യം അത് അവരുടെ നെറേറ്റീവിനെതിരാണ് എന്നുള്ളത് കൊണ്ട്. മാഡം, അപ്പോൾ മാഡത്തിൽ നിന്ന് കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ഡീറ്റെയിൽസ് പറയാമോ? ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ എന്നൊരു വ്യക്തി ആയിട്ടല്ല ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഞങ്ങളൊരു ടീമാണ്. എംപവേർഡ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ വിങ് ആണ് ഞങ്ങൾ. പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഉണ്ട്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്സ് ഉണ്ട്, ഫോറൻസിക് സൈക്കോളജിസ്റ്റുകളുണ്ട്, ക്രിമിനോളജിസ്റ്റുകളുണ്ട്, ഞങ്ങൾ ഫോറൻസിക് അനലിസ്റ്റുകളുണ്ട്. ഞങ്ങൾ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. മെയിൻലി ഞങ്ങളുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ അലിഗേഷൻസ് ആൻഡ് അക്യൂസേഷൻസ് കാരണം ജസ്റ്റിസ് കിട്ടാത്ത കുറച്ച് പേരുണ്ട്, കൂട്ടമായി ആക്രമിക്കപ്പെടുന്ന കുറച്ച് പേര്. അങ്ങനെ നിശബ്ദരായി പോകുന്ന കുറച്ച് പേർക്ക് വേണ്ടി ശബ്ദമാകുക, അവർക്ക് വേണ്ടി സംസാരിക്കുക, അവർക്ക് വേണ്ടി ഇതിപ്പോൾ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു കേസാണെങ്കിൽ മാക്സിമം സമയം എടുത്ത് അവരുടെ റെപ്യൂട്ടേഷൻ ഇവർ ഡാമേജ് ചെയ്യാനേ നോക്കത്തുള്ളൂ. അപ്പം ഇമ്മീഡിയറ്റ് ആക്ഷൻ നമ്മളെടുത്തുകൊണ്ട് NABLന്റെ അണ്ടറിലുള്ള ലാബ്സ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട്, അതൊക്കെ കോർട്ടിൽ വാലിഡ് എവിഡൻസുകളാണ്, ലാബ്സ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ പാരലൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി. അപ്പം ഗവൺമെന്റ് ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. മീൻസ് വഴിയടഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ഇപ്പം നിൽക്കുന്നത്. അപ്പം നമ്മൾ കണ്ടെത്തിയ കുറച്ച് ഫൈൻഡിങ്സ് അവർക്ക് കൊടുത്തത് അത് അവരെ ഹെൽപ്ഫുൾ ആക്കും എനിക്ക് എന്നൊരു ഉറപ്പുണ്ട്. പിന്നെ എൻ്റെ ഈ പരാതി അറ്റാച്ച് ചെയ്യപ്പെട്ടത് കൊണ്ട് ഇവർക്ക് ഇനി ഒരു ഇരയെ സൃഷ്ടിച്ച് അയാളെ ഉപദ്രവിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് നിയമങ്ങൾ അറിയാം. ഞങ്ങൾ കൊടുത്ത ഫൈൻഡിങ്സിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ എവിഡൻസസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ സാഹചര്യത്തിൽ ഇനി അദ്ദേഹത്തെ പൊളിറ്റിക്കൽ ഒരു എനിമിറ്റി കാരണം കൊടുക്കാൻ ഇനി ഒരു സർക്കാരിനോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ കഴിയില്ല. അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. വെരി നൈസ് മാം. ഇന്ന് ഒരുപക്ഷെ മാഡം പോലീസിനെ കാണുകയും ഇന്ന് മൊഴി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം വെളിയിൽ പറയാൻ കഴിയുന്ന കാര്യങ്ങൾ, അതായത് ലഭ്യമായി പബ്ലിക് ഡൊമൈനിലേക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ പോലീസിനോട് ഷെയർ ചെയ്തത്? മുഖ്യധാര മാധ്യമങ്ങളിൽ വന്ന പല അലിഗേഷൻസും രാഷ്ട്രീയ ഭേദമന്യേ, ഇന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നില്ലാതെ, അത് അദ്ദേഹം ഉള്ള പാർട്ടിയാണെങ്കിലും അതിന് പുറത്തുള്ള ആൾക്കാരാണെങ്കിലും കൂടി ചേർന്നൊരു ഗൂഢാലോചനയാണത്. അതിന് വ്യക്തമായ തെളിവുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി അത് പ്രൂവ് ചെയ്യേണ്ടത് ക്രൈംബ്രാഞ്ചിന്റെ കടമയാണ്. അത് പ്രൂവ് ചെയ്യേണ്ട മാർഗങ്ങൾ ഉൾപ്പെടെയാണ് ഞാൻ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒന്നുകൂടെ നമ്മുടെ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി മാഡം കൊടുത്ത പരാതിയും മാഡം കൊടുത്ത തെളിവുകളും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുടുക്കാൻ ഒരു ഗൂഢാലോചന നടന്നിരുന്നു എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ തേജോവധം ചെയ്യാനോ സമൂഹത്തിന് മുമ്പിൽ താറടിച്ച് കാണിക്കാനോ അങ്ങനെ പ്ലാൻഡ് ആ ഒരു മൂവ് നടന്നു എന്നുമാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്, അല്ലേ? അതെ. May 15 ഒരു സ്ത്രീയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ്
ഈ ഒരു അലിഗേഷൻ സൃഷ്ടിക്കപ്പെടുന്നത്. അന്ന് മുതൽ ഒരു ബ്ലാക്ക് മെയിലിങ്ങിന്റെ ഒരു ഫസ്റ്റ് ലെവലാ തുടങ്ങിയത്. ഇവരെന്തോ പുറത്തു വിടാൻ പോവാ, അതുകൊണ്ട് പുള്ളി സെറ്റിൽമെന്റിന് ചെല്ലണം. പ്രാക്ടിക്കലി ലോജിക്കലി ക്രിമിനോളജി കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ലെവലിൽ നിൽക്കുന്ന ഒരു ഏജൻസിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തോന്നിയ കാര്യം അതാണ്. അപ്പൊ കോൺഗ്രസിന്റെ മുഖ്യധാരയിലുള്ള ആക്രമിക്കപ്പെടാൻ ചാൻസ് ഉള്ള എല്ലാ യുവാക്കളും ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ്. കാരണം ഞങ്ങളുടെ ഇതിന്റെ പേര് തന്നെ എംപവർ കോൺഗ്രസ് എന്നാണ്. എംപവർ കോൺഗ്രസ്. അപ്പം അതിന്റെ അർത്ഥം കോൺഗ്രസ്സുകാർക്ക് വേണ്ടി മാത്രം ഞങ്ങൾ സംസാരിക്കും എന്നല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാലും ആർഷോയ്ക്ക് വന്നാലും അനീതിയാണെങ്കിൽ ഞങ്ങൾ അത് പ്രതികരിക്കും. മീൻസ് പുരുഷനും ഉണ്ട് ഒരു മെന്റൽ ഹെൽത്ത്, അവനും ഉണ്ടൊരു മെന്റൽ ട്രോമ. പക്ഷെ പുരുഷന്റെ മെന്റൽ ട്രോമ സൊസൈറ്റി വാലിഡിറ്റി കിട്ടുന്നില്ല. സ്ത്രീയുടെ മെന്റൽ ട്രോമ സിമ്പതൈസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ പുരുഷൻ ട്രോമ അവൻ അത് എക്സ്പ്രസ് ചെയ്യുന്നുമില്ല, അവൻ അത് സിമ്പതി ലഭിക്കാൻ ശ്രമിക്കാറുമില്ല. പക്ഷെ അവനും ഉണ്ട് മെന്റൽ ഹെൽത്ത്. എല്ലാ ഒരു ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ തന്നെ എല്ലാ മനുഷ്യർക്കും അവന്റെ ഒരു മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അത് അവന്റെ അവകാശമാണ്. ഫിസിക്കൽ, സ്പിരിച്വൽ, സൈക്കോളജിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് ഇസ് മാൻഡേറ്ററി ഫോർ എവരിബഡി ആൻഡ് ഇറ്റ്സ് ദ റൈറ്റ്. ഈ പരാതി കൊടുക്കാൻ എന്താ മാഡത്തിന് ഇതാണ് കാരണമായത്? പരാതി കൊടുക്കാനുള്ള കാരണം ആദ്യം തൊട്ടേ ഇവര് ചെയ്യുന്ന ഈ സൈബർ അറ്റാക്സിൽ ഞങ്ങൾക്ക് വൈരുദ്ധ്യം തോന്നിയിരുന്നു. അവർ ഇന്നിടുന്ന പോസ്റ്റ് അല്ല നാളെ ഇടുന്നത്, പുതിയ പുതിയ സ്ക്രിപ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം അശാസ്ത്രീയമെന്ന് പറഞ്ഞു, പിന്നെ അത് ഹോസ്പിറ്റലിലേക്ക് പോയെന്നായി, ഹോസ്പിറ്റലിൽ കണ്ടുപിടിക്കുന്നതായി. അശാസ്ത്രീയം എന്ന് പറയുമ്പോൾ എപ്പോഴും ഔട്ട് ഓഫ് ഹോസ്പിറ്റലാണ്, അത് മെഡിക്കൽ സയൻസ് പഠിച്ചവർക്കറിയാം. പിന്നെ അപ്പൊ അതിനെക്കുറിച്ച് ഞാനൊരു ചോദ്യം ഇന്ന് ക്രൈംബ്രാഞ്ചിനോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് പുറത്ത് മീഡിയയിൽ ലീഗലി ഇവർക്ക് ഒരു ഇൻഫർമേഷനും കൊടുക്കാൻ പറ്റില്ല. ഇവർ ഇന്ന് വരെ ഒരു മൊഴിയോ ഒരു കാര്യങ്ങളോ പുറത്തു വിട്ടിട്ടില്ല. അന്വേഷണത്തിന്റെ മീഡിയ കൊടുക്കുന്നത് മുഴുവൻ ഫോൾസ് ആണ്. ഇതുവരെ അവർ ഹോസ്പിറ്റലുകളും തപ്പിപ്പോയിട്ടില്ല, ഇതുവരെ അവർക്ക് ഇരയാണെന്നും അറിയത്തില്ല, ഇര ഉണ്ടോന്നും അവർക്കറിയില്ല. എങ്ങനെ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് സഹകരണം ഉണ്ടായിരുന്നു? എങ്ങനെയാണ് ക്രൈംബ്രാഞ്ചിന്റെ ഒരു അപ്രോച്ച് ഈ വിഷയത്തിൽ? 2.5 മണിക്കൂർ 4-5 ഓഫീസേഴ്സ് ആണ് എന്നെ ക്വസ്റ്റ്യൻ ചെയ്തത്. വളരെ മാന്യമായാണ് സംസാരിച്ചത്. പക്ഷേ അവര് പഴുതടച്ച് എന്നെ കൊണ്ട് പറയിക്കാവുന്നതെല്ലാം പറയിച്ച് ആണ് ഫയൽ ഇതാക്കിയത്. എന്റേത് FIR ആയിട്ട് ഞാൻ സംശയനിഴലിൽ വെച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും പേര് ഉൾപ്പെടുന്ന രീതിയിൽ FIR ആണ് അവരെടുക്കാൻ പോകുന്നത് എന്റെ പരാതി. അതുകൊണ്ട് അത് പ്രൂവ് ചെയ്യാതെ ഇദ്ദേഹത്തെ കൊടുക്കാൻ ഇനി ആർക്കും സാധ്യമല്ല, ഒരു നിയമത്തിനും സാധ്യമല്ല. ഈ കേസിൽ നിന്ന് ഊരിയെടുക്കലൊന്നും എനിക്കറിയില്ല, പക്ഷെ അയാളെ പൊളിറ്റിക്കൽ എനിമിറ്റിക്ക് വേണ്ടി കുരുക്കാൻ പാടില്ല. അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. രാഷ്ട്രീയമായ ശത്രുതയ്ക്ക് വേണ്ടി ഒരു വ്യക്തിയുടെ ജീവിതമോ കരിയറോ അയാളുടെ പൊതുജന സമ്മതിയോ തകർക്കാൻ പാടില്ല. അത് നമ്മുടെ നിയമത്തിന്റെ അടിസ്ഥാനമായ പ്രമാണങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന നിലപാടും നിഗമനവുമാണ്. പക്ഷേ ഈ വിഷയത്തിൽ മാഡത്തിന് ഇടപെടലിനോട് എന്താ പറയണേ, മാഡത്തിന് പറയാൻ കഴിയുന്ന രീതിയിൽ പറഞ്ഞാൽ മതി. ഇടപെടലിനോട് ചേർന്ന് നിന്നൊരു കാര്യം ചോദിക്കട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടത്ര പിന്തുണ കിട്ടി എന്നൊരു അഭിപ്രായമുണ്ടോ സമൂഹത്തിൽ നിന്ന്, വിശിഷ്യ സ്വന്തം പാർട്ടിയിൽ നിന്ന്? ഞാൻ പറഞ്ഞില്ലേ, ഈ ഗൂഢാലോചന പാർട്ടി ഭേദമന്യേ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഒരു വിഭാഗം അകത്തും ബാക്കി പുറത്തുമാണ്. അതുകൊണ്ട് തന്നെ ഇല്ല, അദ്ദേഹത്തിന് ഒരു നീതി ലഭിച്ചിട്ടില്ല. ഇനിയും ഈ കേസ് എങ്ങനെ പോകുന്നതാണ് മാഡത്തിന്? അത് ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ നൈറ്റാണ്, മാഡത്തിൻ്റെയും കൂടെ കൺവീനിയൻസ് വെച്ച് നമ്മൾ നൈറ്റാണ് ഇരിക്കുന്നത്. നാളെ എനിക്ക് മറ്റൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് മാഡം അതുകൊണ്ട് 1-2 പെട്ടെന്ന് കാര്യങ്ങളും കൂടി. ഒന്ന്, ഈ കേസ് എങ്ങനെ പോകാനാണ് സാധ്യത? എന്താ മാഡം കരുതുന്നത്? ഈ കേസ് മുന്നോട്ട് പോകില്ല. ഫസ്റ്റ് ഓഫ് ഓൾ
ആ ഓഡിയോയുടെ സുതാര്യത ഉൾപ്പെടെ എനിക്കറിയാം. ഉം. ആ പുറത്തു വന്ന ഓഡിയോയുടെ സുതാര്യത ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ സകല ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയിട്ടിരിക്കുന്ന ആളാണ്. എനിക്കത് ഉറപ്പുണ്ട് അതെന്താണ് സംഭവിച്ചത്. അദ്ദേഹത്തോടാണ് അധാർമികമായി മറ്റുള്ളവർ പെരുമാറിയത്. അദ്ദേഹം അധാർമികമായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നിയമത്തിനെതിരായി അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. ഇത് തികച്ചും ഒരു ഗൂഢാലോചനയാണ്. ഇത് മറ്റ് ഇൻഫ്ലുവൻസുകൾ ഇല്ലെങ്കിൽ കോർട്ടിൽ ഇത് തള്ളിപ്പോവും. ഇതിനൊരു ടൈം ലൈൻ എന്നത്തേക്കാണ് നമ്മൾ നോക്കുന്നത്? കാര്യം ഇപ്പൊ 2-3 പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഒന്ന് എല്ലാം ഒന്ന് സെപ്റ്റംബർ 15 നമുക്കെല്ലാം അറിയുന്നത് പോലെ സെപ്റ്റംബർ 15 നിയമസഭ വീണ്ടും തുടങ്ങുകയാണ്. അപ്പൊ രാഹുൽ മങ്കാട്ടത്തിൽ വരുമോ ഇല്ലയോ എന്നൊരു ചോദ്യം മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും നിലനിൽക്കുന്നുണ്ട്. 2, കേരളം ഒരു വലിയ ഇലക്ഷനെ നേരിടാൻ പോവുകയാണ്. ഇനി അടുത്ത മെയ് വരെ ആയിരിക്കണം ഒരു പക്ഷേ സമയമുള്ളത്. അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട യാഡ് സ്റ്റിക്സ് ആണ്. നമ്മുടെ നാട്ടിലെ കേസുകൾ പലപ്പോഴും അറിയാം, വർഷങ്ങളോളം നീണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണ്. പോലീസ് അന്വേഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടൈം ലൈൻ എങ്ങനെയാണ് മാഡം കാണുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ട് വന്ന കേസല്ല, ഡയറക്റ്റ് ക്രൈംബ്രാഞ്ച് എടുത്ത കേസ്. അതിന് വലിയ സാധ്യതകൾ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം. പിന്നെ ഇത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അടുത്ത ഇലക്ഷൻ വരെ അവർക്ക് അത് നീട്ടിക്കൊണ്ടുപോവാം. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇരയാക്കിക്കൊണ്ട് ഇതര പാർട്ടികൾക്ക് അടുത്ത ഇലക്ഷൻ വരെ ഈ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ല, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇല്ലെങ്കിൽ അവർക്ക് മാക്സിമം ഒരു 6 വീക്സിനുള്ളിൽ ഇത് അവസാനിപ്പിക്കേണ്ടി വരും. ഒരു പക്ഷേ മാഡത്തിന്റെ റേഞ്ച് കട്ടായതായിരിക്കണം. ഈ വൈകിയ സമയത്തും വളരെ എമിനൻ്റ് ആയൊരു വ്യക്തിത്വമാണ്, സമൂഹത്തിൽ ഉന്നതമായ നിലയിലുള്ള വ്യക്തിത്വമാണ്, അവർ കുടുംബവും മറ്റും ഉണ്ട്. ഈ വൈകിയ വേളയിലും മാഡം സഹകരിച്ചതിന് നന്ദി പറയുന്നു. ഒരുപക്ഷെ മാഡത്തിൻ്റെ കണക്ഷൻ്റെ ഇഷ്യൂ ഉണ്ടായതായിരിക്കാം. എന്തായാലും നിങ്ങളുടെ കോണ്ടെക്സ്റ്റിന് വേണ്ടി 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മാഡം പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. മെയ് 15 മുതൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ തുടങ്ങിയ പല പോസ്റ്റുകളും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊടുക്കാൻ ശ്രമിക്കുന്നതായിരുന്നു. ഇന്ന് ക്രൈംബ്രാഞ്ചിനോട് ഏകദേശം 2.5 മണിക്കൂർ ഇരുന്ന് മാഡം മൊഴി കൊടുക്കുകയും മറ്റും ഉണ്ടായി. ലഭ്യമായ എല്ലാ കാര്യങ്ങളും, എംപവർ കോൺഗ്രസ് എന്നാണ് ഇവരുടെ ഗ്രൂപ്പിൻ്റെ പേര്. ഇവരുടെ ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിൽ ഡോക്ടർമാരുണ്ട്, ഫോറൻസിക് എക്സ്പേർട്സ് ഉണ്ട്, പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നവരുണ്ട്. ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുകയും പഠിക്കുകയും ഒരുപക്ഷെ പബ്ലിക് പോളിസി, പൊളിറ്റിക്സ്, ന്യൂസ് തുടങ്ങിയ കാര്യങ്ങളിൽ താല്പര്യമുള്ള ആൾക്കാരുടെ ഗ്രൂപ്പായിരിക്കാം. അങ്ങനെ ഒരു സെമൈ ഫോമലോ ഇൻഫോമലോ ആയ ഗ്യാതറിംഗ് ആണ് അങ്ങനെയാണ് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്, പ്രൈവറ്റായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. അവർ അതിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ബഹുമാനപ്പെട്ട പോലീസിനും ക്രൈംബ്രാഞ്ചിനും കൊടുക്കാൻ കഴിഞ്ഞു എന്ന് മാഡം പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. ഹോപ്പ്ഫുള്ളി ദേ വിൽ കം ഔട്ട് വിത്ത് ദ ട്രൂത്ത്. മാഡത്തിൻ്റെ മുഖം ബ്ലർ ചെയ്യുകയാണ്, വോയിസ് ഞങ്ങൾ കൂട്ടിക്കൊടുക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ ഇനിയും വരുന്നതെന്നറിയാം. ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരില്ല. അതുകൊണ്ടാണ് മാഡം അടക്കമുള്ളവരുടെ സമയം നമ്മൾ എടുക്കുകയും അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്.